രാവിലെ എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണെങ്കിൽ വല്ലാത്തൊരു സങ്കടം ഫീൽ ചെയ്യൂല്ലേ. എങ്ങനെങ്കിലും പെട്ടെന്ന് ഒന്ന് കഴിഞ്ഞു കിട്ടണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു സീസണാണ് മഴക്കാലം. അതിനിടയ്ക്ക് ഇത്തിരി സന്തോഷം കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ദേ ഇരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും രാവിലെ നേരത്തെ എഴുന്നേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് അകത്തിരുന്ന അഗ്ലോണിമ പ്ലാന്റ്സും ചെറിയ ചെറിയ പോട്ട്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ പുറത്തോടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. വെയിൽ കിട്ടുമ്പോൾ എടുത്ത് വെളിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് കളറൊക്കെ ഗ്രീൻ ആയി പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അഗ്ലോണിമയുടെയൊക്കെ. ഒരു വശത്തോളം എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിയ ഒരു കൊളേക്കേഷ്യ വൈറ്റ് ലാവയാണ് കേട്ടോ ഇത്. കഴിഞ്ഞ മഴക്കാലത്ത് ചെറിയൊരു തൈ കിട്ടിയതായിരുന്നേ. മണ്ണിലും ചട്ടിയിലും ഒക്കെ ആക്കി മാറ്റി മാറ്റി ഞാൻ മടുത്തു. ഇലയുണ്ടാവും ചീഞ്ഞു പോകും, ഇലയുണ്ടാവും ചീഞ്ഞു പോകും. ഇപ്പോഴാണ് ഇതൊന്ന് മൂത്ത് ഇതിന്റെ വെരിഗേഷൻ ഒക്കെ ഒന്ന് ഹൈലൈറ്റഡ് ആയിട്ട് വന്നത്. നല്ല മഴയങ്ങ് പെയ്ത് കിട്ടിയപ്പോഴത്തേക്കും ഇതേ ആർത്ത് പിടിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഫിലാഡൻഡ്രോൺ. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ തൊടാൻ പേടിയായിട്ട് ഇതിങ്ങനെ വിട്ടിട്ട് വളർന്നു പോയതാണ്. സത്യത്തിൽ ചെറിയൊരു തൈ ചട്ടിയിൽ മുളപ്പിച്ച് വെച്ചതാണ് കേട്ടോ. ചട്ടിയൊന്നും ഇപ്പൊ കാണാനേ ഇല്ല. പൂ വിരിഞ്ഞ് നിന്നാൽ രാത്രി സമയത്ത് ഈ പരിസരം മുഴുവൻ പരിമളം തൂകുന്ന നമ്മുടെ മുരായ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഒരു 4 മാസമായുള്ളൂ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട്. നന്നായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഒട്ടൊന്നുമില്ല, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഡ്രം ചെയ്ത് വിട്ടാൽ നല്ല ബുഷിയായിട്ട് വളരുമല്ലോ. എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പിൽ കട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല, എന്നാലും ഇത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണല്ലോ. ഈ അരയിലെയും മേടിച്ചിട്ട് ഒരു 4 മാസം ആയുള്ളൂ. നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ തൈ ആയിരുന്നു. സിറ്റ് ഔട്ട് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 3-4 നല്ല വൈറ്റ് പോട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പിൽ നിർത്തി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ. ഞാൻ വാങ്ങിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ ഞാനൊരു പ്ലാന്റ് ലവർ ഒന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷേ ചെടികളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ പിടിപ്പിച്ചിട്ടുള്ള വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് അവിടുത്തെ ആളുകളോട് നല്ല റെസ്പെക്ട് തോന്നാറുണ്ട് കേട്ടോ.